അയാൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു മൂവിയുടെ 2026 തന്നെ റിലീസായ മൂവിയുടെ എന്റേതായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്റേതായ അഭിപ്രായങ്ങളുള്ളവരാ ഉണ്ടാകാം, ആ സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. സിനിമ ബ്ലാസ്റ്റ്. സുഭാഷ് കെ രാജ് റൈറ്റ് ആൻഡ് ഡയറക്ഷൻ ചെയ്ത നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ, പുള്ളിയുടെ കംബാക്ക് എന്ന രീതിയിലുള്ള സിനിമയാണ് ബ്ലാസ്റ്റ്. എന്റേതായ അഭിപ്രായം വെച്ചിട്ട് എനിക്ക് സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം നല്ലൊരു ആക്ഷൻ രംഗങ്ങൾ ഉണ്ടെന്ന് വെച്ചല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ളൊരു ലോജിക്കലി ഒരു കഥയില്ലാത്തൊരു സിനിമ കൂടിയാണ്. ആക്ഷൻ രംഗങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് നമ്മള് മിക്കുള്ളവരും. ടീനേജ് ആയാലും ഇപ്പം അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആയാലും അതിൽ ആക്ഷൻ രംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന, ആക്ഷൻ സിനിമാസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. പക്ഷെ നമുക്കൊരു സിനിമ കാണുമ്പോൾ ആക്ഷൻ മാത്രമല്ലല്ലോ നമുക്ക് ഒരു സിനിമയിൽ വേണ്ടത്. ഒരു സിനിമ എടുക്കുമ്പോൾ നമുക്ക് എൻ്റെ ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാനുള്ള ഒരു തോന്നണം. ഏറെ പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു കഥ ഉണ്ടാവണം. എൻ്റെ നമുക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കഥ പോകുന്നത്, അത് ആ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടണം. എനിക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് ഒരു 1% ഒരു സിനിമ ഫുള്ള് ഇരുന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ആക്ഷൻ രംഗങ്ങൾ വെറുതെ കാണാം, ജസ്റ്റ് ഇത് കണ്ടു പോവാം. ഞാൻ ഒരുപാട് ആക്ഷൻ രംഗങ്ങളുള്ള സിനിമ കണ്ടിട്ടുണ്ട്. ഹോളിവുഡ് എല്ലാം നമ്മള് കാണാത്ത ആക്ഷൻ സിനിമകളൊന്നുമില്ല. പക്ഷെ ആക്ഷൻ സിനിമകൾ കാണുമ്പോ ആ സിനിമയ്ക്കൊരു കഥ, ആ സിനിമ കണ്ടിരിക്കാനുള്ളൊരു അത് നമുക്ക് ആ കഥയിൽ നിന്ന് കിട്ടണം. വെറുതെ ആക്ഷൻ രംഗം കാണുന്നതല്ലല്ലോ സിനിമ. അതിനാണെങ്കിൽ കുറെ യൂട്യൂബിലൊക്കെ തപ്പി കുറെ ഫൈറ്റ് വീഡിയോസും അതൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും. നമ്മൾ സിനിമ കാണുമ്പോ പ്രേക്ഷകൻ എൻ്റെ ആ കഥയായിട്ട് എൻഗേജ്ഡ് ആവണം. ഇത് വെറുതെ ഒട്ടും ഒരു ലോജിക്കില്ലാത്തൊരു സിനിമ. എനിക്കങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നാണ്. ഞാൻ തിയേറ്ററിലാണ് ആ സിനിമ കണ്ടത് തന്നെ. റീസെന്റ് OTT റിലീസായി. അപ്പോഴാണ് എനിക്കിതൊരു എന്റേതായ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നിയത്. എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ എന്തിനു വെറുതെ കാണണമെന്ന് എനിക്ക് ഫൈറ്റ് കണ്ട് കാണാനാണെങ്കിൽ പിന്നെ സിനിമ കണ്ട ഒരു ആവശ്യമില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഫൈറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ഫൈറ്റ് തന്നെയായിരുന്നു. അർജുന്, അഭിരാമി, പ്രീതി അല്ല ഫൈറ്റുകളെല്ലാം നല്ലത്. കാരണം ഇതിന്റെ ഈ സിനിമയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ കഥയില്ല ഇതിന്. പക്ഷെ കഥ എങ്ങനെ കൊണ്ടുപോകണം, ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒരു തലക്കത്ത് ലേശം പോലും തലച്ചോറില്ലാത്ത കുറെ എന്താ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. അതായത് മെയിൻ ആയിട്ടുള്ളതും അതിന്റെ താഴെ ഉള്ളതും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്ന ചെറിയ ചെറിയ നെഗറ്റീവ് ക്യാരക്ടേഴ്സും എൻ്റെ ഒരു ആർക്കും ഒരു തലക്കകത്ത് ലേശം എന്ന് പറഞ്ഞൊരു ബുദ്ധി എന്ന് പറഞ്ഞ കാര്യമില്ല. എന്തിനാണ് നമ്മൾ എത്ര സിനിമകളിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ആ നായകനേക്കാൾ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടും. ആ ഒരു അഭിനയം കൊള്ളാം, ആ ഒരു ആ അവതരണം, ആ ഒരു നെഗറ്റീവ് ക്യാരക്ടറിന്റെ അവതരണം. ഇത് എന്തിനും ഏതിനും ഒരു എടുത്തുചാട്ടം പോലെ ചുമ്മാ ആൾക്കാരെ കൊല്ലുക വില്ലന്മാര്. എന്തിനും ഒരാവശ്യമില്ലാത്ത ഇത്രയും പേരെ കൊല്ലുന്ന എന്തിനാണ്? കൊല്ലം പോയി വില്ലൻ എന്തോ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ഒരു വില്ലൻ ആവുന്നത് എന്തിനാണ്? ഇതിൽ മെയിൻ വില്ലന്റെ താഴെ ഒരു സഹായിക്കുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറുകളായിരുന്നു. ആ ഇൻട്രഡക്ഷൻ ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ആളെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആളിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ആളെല്ലാരെയും വെടിവെച്ചിട്ട് വന്ന് സ്വന്തം ഐഡന്റിറ്റി അങ്ങ് റിവീൽ ചെയ്തു. എന്തിനാണ്? ആർക്കും ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളെ കുറിച്ച് എന്തിനാണ് ഇത്ര ഐഡന്റിറ്റി? അല്ലെങ്കിൽ തന്നെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. പെട്ടെന്ന് എണീക്കുന്നു, ഇതിനെ കുറിച്ച് ആരും തിരക്കില്ല, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല ചോദിച്ചിട്ടില്ല. പക്ഷെ എണീക്കുന്നു, അവിടെ കാണുന്ന എല്ലാ പോലീസുകാരെയും കൊല്ലുന്നു. എന്തിന്?
അതിലും വലിയ കോമഡിയാണ് ഇവനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ട് വരുന്നത് കത്തി ഇതല്ല. ആ ഫുള്ളും പോലീസുകാരൻ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത് കൊണ്ടുവന്ന് ഇതൊക്കെ കൊണ്ടുവന്ന് രക്ഷിക്കാൻ പോണത്? ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ വില്ലൻ എന്തിനാ ഇവന് വലിയ എന്തോ വലിയ ആളാണ് ഇവന് മനസ്സിലാവൂലേ? ഒരു കഥയ്ക്ക് എന്തിനാണ് കൊണ്ടുപോണത് ഒരു വില്ലനെ? അവള് പല സിനിമയിലുണ്ട് സീക്രട്ട് ഒരു വില്ലൻ ക്യാരക്ടറിനെ ചിലപ്പോ ലാസ്റ്റിലേക്ക് ആയിരിക്കും ആ വില്ലനാണെന്ന് തന്നെ മനസ്സിലാവുന്നത് തന്നെ. ഇത് വില്ലന് ലാസ്റ്റിലെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ വില്ലനെ അങ്ങോട്ട് എല്ലാവർക്കും അങ്ങ് റിവീൽ ചെയ്യും. കണ്ടിരുന്ന് പ്രശ്നമായിരിക്കില്ല ആകെ മക്കളുടെ ക്യാരക്ടർ പോലീസുകാർക്ക് എല്ലാവർക്കും റിവീൽ ചെയ്യും. എന്തിന്റെ ആവശ്യം? പിന്നെ പിന്നെ ഒന്നാണ് അല്ല മെയിൻ വില്ലൻ, അതായത് ക്ലൈമാക്സ് ആകുമ്പോ മെയിൻ വില്ലൻ ആരാന്നറിയും. ഈ മണിക്കൂറുകൾ കൊണ്ട് നായകൻ ആ വില്ലന്റെ വീട്ടിലെത്തുക എങ്ങനെ? എന്തിനാ ഈ നായകൻ അല്ല വില്ലൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയണ്ടേ? അത് പ്രോപ്പർ പ്ലേസ് അറിഞ്ഞാലേ പോകത്തുള്ളൂ. പിന്നെ ഈ വില്ലൻ ചുമ്മാ വെറുതെ കടത്തിണ്ടല്ലേ ഇരിക്കണ ചെന്ന് വന്ന് പെട്ടെന്ന് കയറി വില്ലനെ കൊല്ലാനായിട്ട് അത് സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്തല്ലേ ഇരിക്കുന്നത്. ഇവ അറിയുന്നു പെട്ടെന്ന് ചെല്ലുന്നു വിഷനെ കൊല്ലുന്നു. എന്തൊരു ഇതൊരു ലോജിക്കലി ഇത് കഥ കണ്ടുകൊണ്ടിരിക്കുന്നവർ മണ്ടന്മാരാണ്. ഇതിനാണ് കുറെ ഇൻസ്റ്റയിൽ ഇതൊക്കെ എടുത്തിട്ട് ഹൈപ്പ് കയറ്റി വെച്ചത്. നമുക്ക് കാണാൻ എന്തോ വേറൊരു കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര വേറെന്തോ ഇങ്ങനെ അരച്ചു കയറും എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി എനിക്ക് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. ഞാൻ കുറെ ആക്ഷൻ സിനിമാസ് കണ്ടിട്ടുള്ളതാണ്. അത് കണ്ടിട്ട് എനിക്ക് ഇതിന്റെ അടുത്ത് അത് കീറാൻ തോന്നില്ല. എന്തിനാണ് ആക്ഷൻ പടം എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചേക്കുന്നത്? ആക്ഷൻ പടത്തിൽ ഒരു ആക്ഷൻ മാത്രം ഉണ്ടാക്കുന്നതല്ല ഒരു സിനിമ എന്ന് പറയുന്നത്. അതിന് പ്രോപ്പർ എന്തെങ്കിലും ഒരു കഥ കാണാം. ആ ആക്ഷൻ രംഗം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ സിനിമ എന്തിനാണ് കണ്ണോടച്ചം കയറുന്ന ആദ്യം അടുത്ത ആക്ഷൻ രംഗം വരുമ്പോൾ ആക്ഷൻ രംഗം കണ്ടാൽ മതി. അടുത്ത വീണ്ടും സീന് വരുമ്പോൾ കണ്ണടച്ചിരിക്കും. പക്ഷെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സിനിമ വീണ്ടും സ്ലോയിൽ പോയാലും ആ കഥ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നണം. ഇത് വെറുതെ ആവശ്യമില്ലാതെ എന്തിനെടുത്തു വെച്ചൊരു പടം? എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറെ സിനിമാസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. ഒരു 10 റേറ്റിംഗ് കൊടുക്കുന്ന സിനിമാസ് എടുത്താൽ ഇതിനൊരു 3-4 ഞാൻ ഇത് ഈ സിനിമയ്ക്ക് കൊടുക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ പടം എന്തെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ലോജിക്കിലില്ലാത്ത ഒരു അർജുൻ ആക്ഷൻ കിങ് അർജുൻ പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നല്ല കണ്ടിരിക്കാനും പറ്റിയ സിനിമ. ഇതൊക്കെ വെറുതെ പുള്ളിയുടെ കംബാക്ക് എന്ന് പറഞ്ഞിട്ട് ശരിയാ, പുള്ളി ഒരു ആക്ഷൻ വെച്ചിട്ട് കംബാക്ക് ഒക്കെ തന്നെ. പക്ഷെ സിനിമ വെച്ച് നോക്കിയിട്ട് അറ്റർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു എന്തിനാണ് ഈ സിനിമയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചത്? എന്നിട്ട് കുറെ എക്സ്ട്രാ ഹൈപ്പ് ഇതും കയറ്റി വെച്ചത്. സിനിമ അങ്ങനെയാണെങ്കിൽ ഫൈറ്റ് മാത്രം എടുത്താൽ മതി, സീൻസ് മാത്രം പ്രേക്ഷകരെ കാണിച്ചാൽ മതി. ആക്ഷൻ കിങ്ങിന്റെ ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ കംബാക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ സീൻസ് എടുത്ത് കാണിക്കുക. സിനിമയൊക്കെ പിന്നെ എന്തിനാണ് കാണുന്നത്? അതൊരു പ്രേക്ഷകരുടെ സിനിമ കാണുമ്പോൾ അതിനകത്തത് എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നണം. ഇതൊക്കെ വേറൊരു ചുമ്മാ കഥയൊക്കെ കണ്ട സ്ഥിരം ക്ലീശ കഥകളാണ്. ഈ സ്ഥിരം ക്ലീശ കഥകളൊന്നും മാറ്റ സമയമായില്ല. ഈ എല്ലാ സിനിമയിലും രക്ഷകന്മാര് തന്നെയാണ്. പക്ഷെ ഈ ഒരു പാറ്റേൺ, ഒരു നാളെ രക്ഷ എന്ന് പറയുന്നത് പാറ്റേൺസ്, ആ പാറ്റേൺസിനൊന്ന് കുറച്ച് മാറ്റിക്കൂടെ? ഇങ്ങനെ കുറെ ഭക്തിയും അതും ഒരു ചൊറിയും അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിപ്പോ. തമിഴ് സിനിമയിൽ കണ്ടുവരുന്ന കുറെ അതാണ് ഈ ഭക്തി എടുത്തു വെച്ചേക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ സിനിമ കാണാൻ? കുറച്ചതാണ് ആക്ഷൻ സിനിമസ് കാണുമ്പോൾ കുറച്ച് നമുക്ക് കണ്ടിരിക്കുമ്പോൾ കുറച്ച് നമുക്ക് ആ സിനിമയിൽ നിന്ന് നമുക്ക് ഒരു അഡ്രിനൽ റഷെങ്കിലും കിട്ടണം. ഇത് വെറുതെ കാണാന്നല്ലാതെ എൻ്റെ ഒരു വെർത്തില്ലാത്ത നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് എനിക്കത് വർത്തായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കത് ഇങ്ങനെ ആ പൈസ മുതലാക്കിയ ഒരു വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് OTT വന്നിട്ട് ചെറിയൊരു കണ്ടതിന് ശേഷം OTT വന്നിട്ട് എനിക്ക് വെറുതെ ഇരുന്ന് എനിക്ക് കണ്ടാൽ ആക്ഷനങ്ങൾ മാത്രമേ എനിക്ക് കണ്ടാൽ തോന്നി
എന്തിന് ഞാൻ പോയെന്ന് എനിക്ക് തോന്നുന്നു. അത് എല്ലാരും പറഞ്ഞിട്ട് കുറച്ച് അങ്ങനെ ഇറങ്ങിയ ടൈമിലല്ല, കുറച്ച് ഒരാഴ്ച ഗ്യാപ്പിലാണ് ഞാൻ പോയി കണ്ടത്. പുള്ളി തന്നെയല്ല, നമ്മളെ ഇൻസ്റ്റാ പേജിലൊക്കെ കുറെ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ അതിപ്പോ എങ്ങനെ ഒരു ക്രൈം ത്രില്ലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോംലി മൂവീസ് ആയിക്കോട്ടെ, ആക്ഷൻ മൂവീസ് ആയി കണ്ടിരിക്കാൻ ഒരു പ്രേക്ഷകന്, പക്ഷെ അത് കണ്ടിരിക്കാനാണ്. പക്ഷെ ആ ചെല്ലുമ്പോ ആ ടിക്കറ്റിൽ ചെല്ലുമ്പോ കൊടുത്ത പൈസക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. 100% കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പോട്ടെ, ഒരു 80% കിട്ടും. കാരണം മിക്ക സിനിമകളിലും ചില ഫ്ലോപ്പും കാര്യങ്ങളും ചെറിയ ചെറിയ ഇതൊക്കെ കാണും. ഈ സിനിമയ്ക്ക് എന്താണ്, സിനിമ എന്താണ് വെറും 10% മാത്രം ഇത് കൊടുത്താൽ മതി. 10% മാത്രം കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ്? കഥയ്ക്കൊരു വാല്യൂ ഇല്ലാതെ, കഥയ്ക്കൊരു കഥ എന്ത് കഥയാണത്? പുള്ളി കണ്ടു കഴിഞ്ഞ കുറെ കഥകളാണ്. ഇതിന്റെ ഒരുപാട് ഇതേ ടൈപ്പുള്ള ഒരുപാട് കഥകളുണ്ട്. ഫൈറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ഫൈറ്റ് തന്നെ. നമ്മള് മിക്കുള്ള ഫൈറ്റ് ചെയ്യുന്നതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറച്ച് ഇത് രണ്ടുപേരും അഭിരാമിയും പ്രീതിയൊക്കെ നല്ല രീതിയിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. നല്ല അവര് കാറിലുള്ളതും വീട്ടിലുള്ള ഫൈറ്റ് ഒക്കെ നല്ല ഫൈറ്റ് ഒക്കെ അതൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ എല്ലാ സിനിമ ഒരു സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് കണ്ടിട്ട് നമ്മളൊരു സിനിമ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ഫൈനൽ ഫൈറ്റ് സിനിമ നമ്മൾ കുറെ കൊല്ലങ്ങളായി, ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും നമ്മൾ എവിടെയെങ്കിലും ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സിനിമ വീണ്ടും നമുക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകണം. കാരണം അതായത് വീട് ഒന്നുകൂടി എടുത്ത് വെച്ച് കാണാം. അത് റിപ്പീറ്റ് വാല്യൂ, നമുക്ക് റിപ്പീറ്റ് വാല്യൂ കിട്ടണം. ഇതിപ്പോ ഞാനൊരു 10 കൊല്ലം 20 കൊല്ലം ഇത് കണ്ടാല് ശേഷം ഈ സിനിമയെ കുറിച്ച് എവിടെയെങ്കിലും ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ കാണണം എന്നുള്ള ഒട്ടും താല്പര്യം ഉണ്ടാവും. അതായത് അത്രയ്ക്കൊരു വേസ്റ്റ് പടം. വേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് പടം. എന്തിനെടുത്ത് വെച്ച ഒരു പടം. ഇതിനൊരു നല്ലൊരു സിനിമ ഉണ്ടായിട്ട് അർജുനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്തുള്ള ആക്ഷൻസ് ഉള്ള സിനിമ കൊണ്ടുവന്ന കഥയും അതിൻ്റെതായ കഥയൊക്കെ ഉള്ള ഒരു സിനിമ കൊണ്ടുവന്നിട്ടാകുന്നത്. ചുമ്മാ ഫൈറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഇതൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ വലിച്ചീറി ഒട്ടിക്കേണ്ട കുറെ പട്ടങ്ങളാണ്. മിക്കുള്ളവരും കണ്ടാണോ മറ്റേ കണ്ടത്? ഇപ്പൊ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും അവരുടേതായ കമന്റുകൾ താഴെ പറയുക. അപ്പൊ ഇപ്പം എങ്ങനെയാണ് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് ആവണം. ഇത്രയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. വേസ്റ്റ് പടം. ഇത് കാണണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. കാണണമെന്ന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാണാന്നുള്ളവർക്ക് ചെറുതാണെങ്കിൽ കാണാം. പിന്നെ അതിന്റെ അഭിപ്രായങ്ങളൊന്നും താഴെ കമന്റ് ആയിട്ട്